ഏതൊക്കെ സ്കൂളിൽ ചൈനയിൽ കുട്ടികളത് കളിക്കുന്നുണ്ട് എന്നതല്ലാതെ ശാസ്ത്രീയമായി എന്തെങ്കിലും ഒരു പഠനം ഇത് സംബന്ധിയായിട്ട് നടന്നു എന്നുവെച്ചാൽ ലഹരിയുടെ വിപത്തിൽ നിന്ന് കുട്ടികളെ മാറ്റാൻ ഈ ഒരു ലഹരിയിലേക്ക് അവരെ പ്രവേശിപ്പിച്ചാൽ മതി എന്ന് ഗവൺമെന്റ് പറയാതെ പറയുന്നു. ലഹരിയുടെ വിപത്തിൽ നിന്ന് കുട്ടികളെ മാറ്റാൻ ഈ സൂംബായുടെ ലഹരിയിലേക്ക് അവരെ മാറ്റിയാൽ മതി എന്ന്. ഇതൊക്കെ എത്രമേൽ അനൗചിത്യാണ്. ശാസ്ത്രീയമായി ഏതെങ്കിലും ഒരു പഠനം നടന്നോ ലഹരിയിൽ നിന്ന് മാറാൻ സൂംബ ഡാൻസ് ഉപകാരപ്രദമാണെന്ന്? ഇല്ല. എന്നാൽ ഡാൻസ് കളിക്കുന്നത് ലഹരിയുമായി ഏറ്റവും ബന്ധമുണ്ടെന്നതിന് 10-ലേറെ പഠനങ്ങളുണ്ട്. വാഷിംഗ്ടണിൽ ഏറ്റവും പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി നടത്തിയതടക്കം താരതമ്യേന പുതിയതാണ്. ഡാൻസുമായി ഇത്തരം നൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ 20% നിർബന്ധമായും മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. ഒന്നല്ല, 10-ലേറെ പഠനങ്ങളുണ്ട്. ഡാൻസ് ലഹരിയിൽ നിന്ന് മക്കളെ മാറ്റാനാണെങ്കിൽ ഈ ഡാൻസിലൂടെ, തുള്ളിക്കളിയിലൂടെ ലഹരിയിലേക്ക് എത്തിച്ചേരുമെന്നതാണ് ഔദ്യോഗിക പഠനങ്ങൾ. പിന്നെ ഏതെങ്കിലും ഒന്നിലേക്ക് ശ്രദ്ധ മാറിയാൽ മറ്റേതങ്ങോട്ട് മാറിപ്പോകും എന്നതൊക്കെ എത്രമേൽ വിഡ്ഢിത്തമാണ്. നമ്മുടെ മലപ്പുറം ജില്ലയുടെ കാര്യം എടുക്കുക. എല്ലാ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഫുട്ബോളിന്റെ അഡിക്റ്റുകളാണ്. എത്രത്തോളം? നമ്മുടെ മലപ്പുറം ജില്ലക്കാരൻ തന്നെയായ ഗോപിനാഥ് മുതുക്കാടൊക്കെ ഒരു പ്രാവശ്യം എഴുതിയത് മലപ്പുറത്തെ മക്കളുടെ പ്രാർത്ഥനയിൽ പോലും ഫുട്ബോളാണെന്നാണ്. പലപ്പോഴും നമുക്കത് ബോധ്യപ്പെടാറുണ്ട്. SSLC പരീക്ഷയുടെ 4 ദിവസം മുന്നേ പോലും മറച്ചു കെട്ടി വൈകുന്നേരത്തെ ഫുട്ബോൾ കളി കാണാൻ വേണ്ടി ആവേശം കാണിക്കുന്നവർ, എന്നിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലേ? മലപ്പുറം ജില്ലയിൽ നിന്ന് ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലേ? പലപ്പോഴും കേസ് വർദ്ധിപ്പിക്കാനാണെന്നൊക്കെ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്? പ്രാദേശിക ഫുട്ബോൾ താരങ്ങൾ ആരെങ്കിലും ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? ഫുട്ബോൾ കളിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അവിടെ മതപരമായ വിലക്കുകൾ കൊണ്ട് അവർ മാറി നിൽക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ കുടുംബപരമായി ശ്രദ്ധിച്ചു വളർത്തുന്നത് കൊണ്ട് ഫുട്ബോൾ കളിക്കാർ ഈ ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവും. നേരെ വെച്ച് പന്ത് കളിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ആരെങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? എന്നല്ല, ടർഫുകളിലൊക്കെയുള്ള കളിയും കളി കഴിഞ്ഞിട്ടുള്ള വിശ്രമവും ലഹരി പ്രചരിക്കാനുള്ള കാരണങ്ങളാകുന്നു എന്നതാണ് റിപ്പോർട്ട്. ശരീരവും ആരോഗ്യവും ശ്രദ്ധാപൂർവം കൊണ്ടു നടക്കുന്ന സിനിമാ താരങ്ങൾ എന്തിനാണ്? അവർക്ക് ആ ഒരു പ്രൊഫഷണൽ പിടിച്ചു നിൽക്കണം. അതിന് ആരോഗ്യം വേണം, സൗന്ദര്യം വേണം. അതിനുള്ള എല്ലാ ട്രീറ്റ്മെന്റും നടത്തിക്കൊണ്ടിരിക്കും അവർ. എത്രമേൽ ശ്രദ്ധിക്കുന്നവർ സിനിമക്കാര്യം. അഭിനയത്തിന് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ അടിച്ചു പൊളിക്കണം എന്നറിയാൻ, അതിന് കോച്ചിങ്ങിന് ആളെ വെക്കാൻ, നൃത്തത്തിന് അധ്യാപകരെ വെക്കാൻ, സ്റ്റണ്ടിന് മാസ്റ്റർമാരെ വെക്കാൻ, സിനിമ എന്ന് പറയുന്ന അവരുടെ ജീവിതോപാധിയായി അവർ തെരഞ്ഞെടുത്ത മാർഗത്തെ അവർ എത്രമേൽ ഗൗരവത്തോടുകൂടെ പരിഗണിക്കുന്നു. എന്നിട്ട് സിനിമ മേഖലയിൽ നിന്ന് ലഹരിയുടെ വാർത്തകളില്ലേ? എന്നല്ല, ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് അവിടെ നിന്നല്ലേ? പല സിനിമ മേഖലയിലുള്ള ആളുകളെയും ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിക്കപ്പെടുന്നില്ലേ? MDMA-യുമായി പിടിക്കുന്നില്ലേ? മരീജുവാനയുമായി പിടിക്കുന്നില്ലേ? അപ്പൊ ഏതെങ്കിലും ഒന്നിലേക്ക് ശ്രദ്ധ മാറ്റിക്കഴിഞ്ഞാൽ അതോടുകൂടെ ലഹരിയിൽ നിന്ന് മാറിപ്പോകുമെന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ മാത്രം നമ്മൾ അത്രമേൽ പ്രായോഗിക ബുദ്ധി കുറഞ്ഞവരാവാൻ പാടുണ്ടോ? എന്തുകൊണ്ട് ഇസ്ലാം മതം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, വളച്ചുകെട്ടില്ലാതെ പറയാം, പരലോകത്തെ വിജയത്തിനാണ്. അതിന് വിഘാതമാകും വിധത്തിലുള്ള ഒരു സംവിധാനങ്ങളും മതം പ്രോത്സാഹിപ്പിക്കുകയെ